ഹായ് ഓൾ, വെൽക്കം ടു നേഴ്സിംഗ് ലെക്ചറേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗൗട്ടാണ്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ഇതിന് കണ്ടുവരാറുണ്ട് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗൗട്ട്? ഗൗട്ട് എന്ന് പറയുന്നത് ഒരു പ്യൂരിൻ മെറ്റാബോളിസത്തിൻ്റെ ഒരു മെറ്റാബോളിക് ഡിസോർഡർ ആണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മെറ്റാബോളിക് ഡിസോർഡർ ഓഫ് പ്യൂരിൻ മെറ്റാബോളിസം. ഇതാണ് സിമ്പിൾ ആയിട്ട് ഗൗട്ട് എന്താണ് നമുക്ക് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഗൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡെഫിനിഷൻ ആദ്യം തന്നെ പറഞ്ഞ പ്യൂരിൻ മെറ്റാബോളിസത്തിൻ്റെ ഡിസോർഡർ ആണ്. അത് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ബ്ലഡിലെ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ടായിരിക്കും. ഇത് കൂടുതലാവുന്നതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ യൂറിക് ആസിഡ് ലെവൽ ബ്ലഡിൽ കൂടുന്നതുകൊണ്ട് ഇത് എവിടെയായിരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? യൂറിക് ക്രിസ്റ്റൽസ് ആയിട്ട് നമ്മുടെ ജോയിൻസിലും ടിഷ്യൂസിലൊക്കെ ഇത് ഡിപ്പോസിറ്റ് ചെയ്യും. ഇത് കൂടുതലായിട്ടും മെൻസിലും അതുപോലെ പോസ്റ്റ് മെനോപോസൽ വുമണിലായിരിക്കും. ഈ പോസ്റ്റ് മെനോപോസൽ വുമൺസിൽ നമ്മൾ ഡയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരിലായിരിക്കും നമ്മളിത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ പത്തോഫിസിയോളജി നമുക്ക് പറയാം. എന്താണ് കോസസ് ആൻഡ് പത്തോഫിസിയോളജി? രണ്ട് കാരണങ്ങളാണുള്ളത്: ഓവർ പ്രൊഡക്ഷൻ, അണ്ടർ എക്സ്ക്രീഷൻ. ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ യൂറിക് ക്രിസ്റ്റൽസ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം എന്തായിരിക്കും? ജനറ്റിക് എൻസൈം ഡിഫക്റ്റോ അല്ലെങ്കിൽ ബ്ലഡ് ഡിസോർഡേഴ്സ് ഒക്കെ ആയിരിക്കും. ഈ അണ്ടർ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് എന്താ? ആ യൂറിക് ക്രിസ്റ്റൽസ് ബോഡിയിൽ നിന്ന് പോകുന്നില്ല, എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തായിരിക്കും? കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസോർഡേഴ്സോ സെർട്ടൻ മെഡിക്കേഷൻസ് കൊണ്ടോ ആൽക്കഹോൾ ഒക്കെ കൊണ്ടായിരിക്കും അതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കാം. അക്യൂട്ട് ഗൗട്ടും ക്രോണിക് ഗൗട്ടും ഉണ്ട്. അക്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് സഡൻ ആയിട്ട്, അതുപോലെ പേര് പോലെ തന്നെ സഡൻ ആയിട്ടുള്ള സിവിയർ ജോയിന്റ് പെയിൻ ആയിരിക്കും നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഉണ്ട്. നമ്മുടെ ബിഗ് ടോസിലും തള്ളവിരലൊക്കെ ഇങ്ങനെ ഒരു സ്വെല്ലിംഗ് പോലെ, അതിന് പോഡാഗ്രാം എന്നാണ് പറയുന്നത്. റെഡ്നെസ്, വാംത്ത്, ഫീവർ ഒക്കെ കാണും. യൂഷ്വലി അക്യൂട്ട് എന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും? ഇതൊരു 3 to 10 days ആയിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്. ഈ ക്രോണിക് ഗൗട്ട് എന്ന് പറയുന്നത് വർഷങ്ങളായി, കുറേ നാളുകളായിട്ടുള്ളതായിരിക്കും. ഈ അക്യൂട്ട് ഗൗട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ക്രോണിക് ഗൗട്ട് വരെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ഫോർമേഷൻ ഓഫ് ടോഫി. ടോഫി എന്ന് പറയുന്നത് എന്താണ് ആക്കിലസ് ടെൻഡനിലൊക്കെ ഇങ്ങനെ ഇൻഫ്ലമേഷനിലെ സ്വെല്ലിംഗ് പോലെ കാണുന്നതാണ് ടോഫി എന്ന് പറയുന്നത്. പ്രൊലോങ് ആർത്രൈറ്റിസ് വിത്ത് ഡിഫോമിറ്റീസ് ഒക്കെ ആയിരിക്കും ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ അസിംപ്റ്റോമാറ്റിക് ഹൈപ്പർ യുറീസീമിയ അസിംപ്റ്റോമാറ്റിക് ഹൈപ്പർ യുറീസീമിയ, ഹൈ യൂറിക് ആസിഡ് വിത്തൗട്ട് സിംറ്റംസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കിഡ്നി സ്റ്റോൺസും നെഫ്രോപ്പതിക്കുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ദെൻ അടുത്താണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തെടുക്കാം? നമ്മളെല്ലാ ഡിസീസ് കണ്ടീഷൻ ആയിരുന്നു ആദ്യം ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ചെയ്യുന്നത് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ദെൻ അതുപോലെ തന്നെ സൈനോഫിൽ ഫ്ലൂയിഡ് അനാലിസ് ചെയ്യാൻ നമ്മൾ ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സൈനോഫിൽ ഫ്ലൂയിഡ് വലിച്ചെടുത്ത് അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് യൂറിക് ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ സെറം യൂറിക് ആസിഡ് ലെവൽ യൂഷ്വലി എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. പിന്നെ 24 hour യൂറിൻ ടെസ്റ്റ് നമുക്ക് നോക്കാം. അതുപോലെ ESR ഇൻഫ്ലമേഷൻ ഉണ്ടായതുകൊണ്ട് ESR ലെവൽ എലിവേറ്റഡ് ആയിരിക്കും. ദെൻ എക്സ്റേ എടുക്കാം, ക്രോണിക് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ദെൻ മാനേജ്മെന്റ്. അക്യൂട്ട് ഗൗട്ടിൽ എന്തൊക്കെയായിരിക്കും മാനേജ്മെന്റ്? പേഷ്യൻ നമുക്ക് റെസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ജോയിന്റ് എലിവേഷൻ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ NSAIDs, നോൺ സ്റ്റീറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെ നോക്കാം. ആ പെയിനും സ്വെല്ലിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ കോലക്കൈൻ അത് ഓറലായിട്ടോ IV ആയിട്ട് കൊടുക്കാം. ദെൻ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അത് ഇൻട്രാർട്ടിക്കുലർ അത് ഓറലായിട്ട് നമുക്ക് കൊടുക്കാം. ദെൻ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടാൻ പറയാം പേഷ്യൻസിനോട്. ദെൻ ക്രോണിക് ഗൗട്ടിൽ നമ്മൾ ആലോപുരിനോൾ കൊടുക്കും. എന്തിനായിരിക്കും? യൂറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പ്രോബിനാസിഡ് ഇൻക്രീസസ് യൂറിക് ആസിഡ് എക്സ്പ്രഷൻ കൂട്ടാൻ വേണ്ടി. അതുപോലെ നമ്മൾ യൂറിക് ആസിഡും റീനൽ ഫംഗ്ഷൻ ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. റീനൽ ഫംഗ്ഷൻ മോണിറ്റർ ചെയ്യുന്ന കിഡ്നി ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പേഷ്യനോട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പറഞ്ഞു കൊടുക്കും. ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ആൽക്കഹോൾ കൺസപ്ഷൻ കുറയ്ക്കുക, പ്യൂരിൻ റിച്ച് ഫുഡൊക്കെ എലിമിറ്റ് ചെയ്യുക. പ്യൂരിൻ റിച്ച് ഫുഡ് എന്ന് പറയുന്നത് ഓർഗൻ നീഡ്സ് അതൊക്കെ ആയിരിക്കും പ്യൂരിൻ റിച്ച് ഫുഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ? കിഡ്നി സ്റ്റോൺ, യൂറിക് ആസിഡ് കാൽക്കുലി വരാം. അതുപോലെ ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് CKD ഒക്കെ വരാം. നെഫ്രോപ്പതി വരാം. ജോയിന്റ് ഡിഫോമിറ്റീസ് ആൻഡ് ബോൺ ഇറോഷൻസ് ഒക്കെ ഓസ്റ്റിയോമലേഷ്യോ അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നഴ്സിംഗ് അസസ്മെന്റ്. ആസ് എ നേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് നഴ്സിംഗ് കെയർ കൊടുക്കാൻ പറ്റുന്നത് നോക്കാം. ആദ്യം തന്നെ നഴ്സിംഗ് അസസ്മെന്റ്. ഹിസ്റ്ററി എടുക്കുക, പേഷ്യന്റ് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കാം. ദെൻ ജോയിന്റ് ഇൻസ്പെക്ഷൻ നോക്കാം, പെയിൻ ഉണ്ടോ, സ്വെല്ലിംഗ് ഉണ്ടോ, റെഡ്നസ് ഒക്കെ ഉണ്ടോ നോക്കാം. അതുപോലെ തന്നെ ടോഫി നോക്കാം, ചെക്ക് ഫോർ ടോഫി. ഇയേഴ്സിലുണ്ടാവുന്നത്, എൽബോസിലുണ്ടാവുന്നത്, ആക്കിലസ് ടെൻഡൻസിലുണ്ടാവുന്ന ടോഫി ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ദെൻ പേഷ്യനോട് പെയിൻ സിവിയറിറ്റി ചോദിക്കും. പെയിൻ സ്കെയിൽ വെച്ച് പെയിൻ സിവിയറിറ്റി നമുക്ക് അസസ് ചെയ്യാം. Then nursing diagnosis, acute pain related to joint inflammation, then impaired physical mobility due to arthritis, then knowledge deficit related to എന്തായിരിക്കും gout medication and lifestyle എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ nursing diagnosis എഴുതാൻ പറ്റുന്നത്. ഈ പോസിബിൾ nursing intervention ജനറൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ ആണ് ഞാൻ പറയുന്നത്. അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ, നമ്മൾ ആലോപിറോളും അല്ല NSAIDs ഒക്കെ പറഞ്ഞല്ലോ, ആസ് പെർ ഡോക്ടേഴ്സ് ഓർഡർ നമ്മൾ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. ദെൻ പേഷ്യനോട് ഹൈഡ്രേഷൻ, ഫ്ലൂയിഡ് ഇൻടേക്ക് ഒക്കെ നന്നായിട്ട് കൂട്ടാൻ പറയാം. കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ജോയിന്റ് എലിവേറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ജോയിന്റ് എലിവേറ്റ് ചെയ്യാം. എങ്ങനെ തലയാണോ വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് കാലൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വെക്കാൻ പറയാം പേഷ്യനോട്. അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് എന്തായിരിക്കും അസിസ്റ്റ് ചെയ്യുക. ദെൻ പേഷ്യനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞാൽ പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുക, ഫ്ലൂയിഡിൻ്റെ ഒക്കെ കൂട്ടാൻ പറഞ്ഞ് നമുക്ക് പേഷ്യൻ എഡ്യൂക്കേഷൻ കൊടുക്കാം. അവോയ്ഡിങ് ട്രിഗേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യും. പേഷ്യൻ ആൽക്കഹോളിൻ്റെ ഒക്കെ കുറയ്ക്കാൻ പറയാം. എന്താണ് പേഷ്യൻ? നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. പേഷ്യൻ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഈ ഡിസീസിൻ്റെ നേച്ചർ എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ്, ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ട്രീറ്റ് കാരണം അക്യൂട്ട് സ്റ്റേജിൽ ഇത് ട്രീറ്റ് ചെയ്ത് എന്തായിരിക്കും ക്രോണിക് കണ്ടീഷൻ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇതിന് ലൈഫ് ലോങ് ആയിട്ടുള്ള മെഡിക്കേഷൻ ആവശ്യം എന്ന് പറയാം ഇത് ക്രോണിക് കേസസ്. പിന്നെ സൈൻസ് ഓഫ് ആലോപെരിനോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി പറഞ്ഞു കൊടുക്കാം. അവോയ്ഡിങ് ക്രാഷ് ഡയറ്റ്സ്, അതുപോലെ തന്നെ ഏർലി സ്റ്റേജ് ട്രീറ്റ്മെന്റ് ഒക്കെ അക്യൂട്ട് ആയിട്ടുള്ള ഗൗട്ടിൻ്റെ ഏർലി സ്റ്റേജ് ട്രീറ്റ്മെന്റ് ഒക്കെ പേഷ്യന് എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് ഇതിൻ്റെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗൗട്ട് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ മെഡ് സർജിക്കലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക, അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടും.